LDF പ്രകടന പത്രിക മലയോര ജനതയെ വഞ്ചിക്കുന്നതെന്ന് UDF നേതാക്കൾ കോതമംഗലത്ത് പറഞ്ഞു. കോതമംഗലത്തെ LDF സ്ഥാനാർത്ഥിയും CPM നേതാക്കളും നിരന്തരമായി UDF സ്ഥാനാർത്ഥിയെ വ്യക്തിഹത്യ നടത്തുന്നതും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും പതിവായിരിക്കുകയാണെന്നും ഇത് പരാജയഭീതി കൊണ്ടാണെന്നും UDF നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് LDF പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ വനസംരക്ഷണവുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങൾ മലയോര ജനതയോടുള്ള കടുത്ത വഞ്ചനയാണെന്ന് UDF കുറ്റപ്പെടുത്തി. കോതമംഗലം നിയോജകമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം 5 പഞ്ചായത്തുകൾ വനമേഖലയുമായി ചേർന്ന് കിടക്കുന്നതാണ്. ഇടതുമുന്നണി പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ കോർ സോൺ, ബഫർ സോൺ എന്നതിനു പുറമെ മാനിപ്പുലേഷൻ സോൺ കൂടി ഉൾപ്പെടുത്തി ഈ മേഖലയിലെ ജനവിഭാഗങ്ങൾക്ക് കടുത്ത പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. തട്ടേക്കാട് പക്ഷിസങ്കേതവുമായി ബന്ധപ്പെട്ട് LDF ഗവൺമെന്റ് മുൻപ് പുറത്തിറക്കിയ ബഫർ സോണിന്റെ ഏരിയ എന്ന് പറയുന്നത് തന്നെ റവന്യൂ ഭൂമിയിലേക്ക് കടന്ന് മനുഷ്യരുടെ താമസവും ജീവനോപാധികളും നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ കടുത്ത പ്രതിഷേധത്തെ തുടർന്ന് തൽക്കാലം മാറ്റിവച്ചിരുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടന പത്രികയിലൂടെ തന്നെ LDF വീണ്ടും അധികാരത്തിൽ വന്നാൽ ബഫർ സോണും മാനിപ്പുലേഷൻ സോണും നടപ്പാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ മേഖലയിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയായിട്ടാണ് ഇതിനെ കാണാൻ കഴിയുകയുള്ളൂവെന്ന് UDF നേതാക്കൾ പറഞ്ഞു. UDF അധികാരത്തിൽ വരുമ്പോൾ കുടിയേറ്റ കർഷക വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുമെന്നും വനാതിർത്തിയിലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കാർ എടുത്തിട്ടുള്ള മുഴുവൻ കേസുകളും വേഗത്തിൽ തീർപ്പാക്കുമെന്നും കോൺഗ്രസ് കോതമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനക്കൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അതുകൊണ്ട് കോതമംഗലം കേരളത്തെ പൊതുവെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഇടുക്കി അടങ്ങുന്ന വയനാട് അടങ്ങുന്ന ജില്ലകളെയൊക്കെ സാരമായി ബാധിക്കുന്ന വിഷയമാണ്. കോതമംഗലം നിയോജകമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇതിന് മറുപടി പറയാൻ CPMന്റെ നേതൃത്വവും മത്സരിക്കുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥി പ്രത്യേകിച്ചും 10 വർഷക്കാലം ആളുകളോടൊപ്പം ഇപ്പോൾ ഈ 23/10/2019 പിണറായി വിജയന്റെ ആദ്യ മന്ത്രിസഭയുടെ ക്യാബിനറ്റിൽ പുറത്തിറങ്ങിയ ബഫർ സോണുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സമരമുയർന്ന സമയങ്ങളിലൊന്നും ഈ MLA കൃത്യമായി പ്രതികരിച്ചിട്ടില്ല. കൃത്യമായി ഇതിന് ഒരു പ്രതികരണമോ മറുപടിയോ MLA പറഞ്ഞിട്ടില്ല. പക്ഷേ കേരളത്തിലുണ്ടായ വലിയ പ്രതിഷേധം, കോതമംഗലത്തുണ്ടായ വലിയ പ്രതിഷേധത്തെ തുടർന്നാണ് അത് തൽക്കാലം പെൻഡിങ് വെക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചത്. ഇപ്പോൾ അത് വീണ്ടും പൊടി തട്ടിയെടുക്കുന്നു. ഇത് ആരുടെ താല്പര്യം സംരക്ഷിക്കാനാണ് ഇത്തരത്തിലുള്ള പ്രകടന പത്രികയിൽ പോലും പറഞ്ഞ് ആളുകളെ ഇത് AKG പഠന ഗവേഷണ കേന്ദ്രം എന്ന് പറയുന്ന CPMന്റെ ഒരു സൈദ്ധാന്തിക വിഭാഗം കൊടുക്കുന്ന തീരുമാനത്തിനനുസരിച്ചിട്ടാണ് ഈ പറയുന്ന പ്രകടന പത്രികയൊക്കെ അവർ പുറത്തിറക്കിയിട്ടുള്ളത്. വന്യജീവി ആക്രമണത്തിൽ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയോ പരിക്ക് പറ്റുകയോ ചെയ്യുന്ന പക്ഷം MACT മാതൃകയിൽ ട്രിബ്യൂണൽ സ്ഥാപിച്ച് വേഗത്തിൽ നഷ്ടപരിഹാരം കൊടുക്കുന്നതിന് നടപടി സ്വീകരിക്കും. മൃഗങ്ങൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങാതിരിക്കാൻ ശാസ്ത്രീയമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുമെന്നും വന്യജീവി ആക്രമണം തടയാൻ RRT ടീമുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്നും ഷമീർ പനക്കൻ സൂചിപ്പിച്ചു. വന്യമൃഗശല്യമുള്ള സ്ഥലങ്ങൾ ഹോട്ട്സ്പോട്ടുകളായി പ്രഖ്യാപിച്ച് അവിടെ ടീമുകളുടെ സ്ഥിര സാന്നിധ്യം ഉറപ്പുവരുത്തുമെന്നും UDF നേതാക്കൾ പറഞ്ഞു. കോതമംഗലത്തെ LDF സ്ഥാനാർത്ഥിയും CPM നേതാക്കളും നിരന്തരമായി UDF സ്ഥാനാർത്ഥിയെ വ്യക്തിഹത്യ നടത്തുന്നതും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും പതിവായിരിക്കുകയാണെന്നും ഇത് പരാജയഭീതി കൊണ്ടാണെന്നും UDF നേതാക്കൾ കുറ്റപ്പെടുത്തി. UDF സ്ഥാനാർത്ഥി നടത്തുന്ന ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എന്ത് മോശമാണ്. ഇത്രയും പ്രധാനപ്പെട്ട നേതാക്കന്മാർ 10 വർഷം MLA ആയി പ്രവർത്തിച്ചയാൾ, വ്യക്തിപരമായി 40 വർഷക്കാലം പൊതുരംഗത്ത് നിന്ന് പ്രവർത്തിച്ച ഒരാൾ, നിരവധിയായ KSC അടങ്ങുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന ഒരാൾ, യൂത്ത് ഫ്രണ്ടിന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന ഒരാൾ, കേരള കോൺഗ്രസ് പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റായിട്ടിരിക്കുന്ന ഒരാൾ, ഈ UDFന്റെ ജില്ലാ കൺവീനറായി പ്രവർത്തിക്കുന്നയാൾ, കഴിഞ്ഞ 4 പതിറ്റാണ്ടായി കോതമംഗലത്തിന്റെയും എറണാകുളത്തിന്റെയും രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിലെല്ലാം നിറസാന്നിധ്യമായി പൊതുപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളെ ബിസിനസിന്റെ പേരിൽ വ്യക്തിഹത്യ നടത്താൻ ശ്രമിക്കുമ്പോൾ അത് ഈ CPMന്റെ സമുന്നത നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ഏതെങ്കിലും സൈബർ സഖാക്കൾ പെയ്ഡ് ന്യൂസ് കൊടുക്കുന്നതൊന്നും നമുക്ക് വിഷയമല്ല. പക്ഷെ പത്രസമ്മേളനങ്ങളിലും പാർട്ടി പൊതുയോഗങ്ങളിലും അതുപോലെ ചാനൽ സംവാദങ്ങളിലും ഒക്കെ വന്നിരുന്നിട്ട് ഇത്തരത്തിലുള്ള ബാലിശമായ കാര്യങ്ങൾ പറയുന്നത് എന്തിൻ്റെ പേരിലാണ് എന്ന് പ്രിയപ്പെട്ട CPMന്റെ നേതാക്കന്മാർ, അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിലെ ജനങ്ങൾ വിലയിരുത്തുമെന്നുള്ള കാര്യത്തിലൊന്നും ഒരു സംശയമില്ല. അപരനെ നിർത്തി ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിച്ച് കുറുക്കുവഴികളിലൂടെ വിജയിക്കാൻ കഴിയുമോ എന്ന് LDF പരീക്ഷിക്കുകയാണെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിൽ കോതമംഗലത്ത് നടപ്പിലാകാത്ത വികസന പദ്ധതികളായ ഭൂവത്താൻകെട്ട് ജലവൈദ്യുത പദ്ധതി, തങ്കളം കാക്കനാട് പാത, ചേലാട് സ്റ്റേഡിയം, പൊതുശ്മശാനം എന്നിവ ഇനി നടപ്പിലാക്കുമെന്ന് പറയുന്നതിൽ അർത്ഥമില്ലെന്നും UDF നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.